അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തെറ്റിൽ നിരന്തരം നമ്മൾ പെട്ടുപോകുന്നത് അത് മനുഷ്യ പ്രകൃതമാണ്. കാരണം മനുഷ്യനെ നിരന്തരം തെറ്റിൽപ്പെടുത്താനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശൈത്താൻ അഥവാ പിശാചൊക്കെ. എത്ര നല്ല മനുഷ്യനാണെന്ന് ആളുകൾ പറഞ്ഞാലും ആ മനുഷ്യൻ അറിയാതെ ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകും. കാരണം എന്താണ്? അത് ശൈത്താൻ തെറ്റിലേക്ക് നിരന്തരം അവനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. പ്രധാനമായിട്ടും ശൈത്താൻ പേപ്പിക്കാൻ നടക്കൽ നല്ലവരായിട്ടുള്ള, അള്ളാഹുവിൽ നല്ല വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുത്ത് നല്ലവരായി നടക്കുന്ന ആളുകളെ പിഴപ്പിക്കാനാണ് കൂടുതൽ സമയവും ശൈത്താൻ ശ്രമിക്കുക. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ നഫ്സ് തിന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയാതെ തെറ്റിൽപ്പെട്ടു പോകും. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും യൂസ് ചെയ്യാത്തവർ ആരാണുള്ളത്? ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് മൊബൈൽ ഫോണിൽ കാർട്ടൂൺ വീഡിയോകളോ മറ്റോ രസകരമായ വീഡിയോകളോ ഇട്ടുകൊടുത്താലേ അവർ ഭക്ഷണം കഴിക്കൂ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമായാലും വാട്സപ്പായാലും യൂട്യൂബായാലുമൊക്കെ അത് തുറന്നാൽ നമ്മളെ പെട്ടെന്ന് തെറ്റിലേക്ക് പ്രേരിപ്പിക്കാൻ അത് കാരണമാകും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടാകും. മാത്രമല്ല, ഇനി ആ തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് അവൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്യും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ തെറ്റിലേക്ക് പോകാൻ പ്രധാന കാരണം നമ്മുടെ വിശ്വാസം കുറവ് തന്നെയാണ്. അള്ളാഹുവിനെ പേടിയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഉപ്പയെ നമുക്ക് വലിയ പേടിയാണെങ്കിൽ നമ്മുടെ ഉപ്പയുടെ കൂടെ നമ്മൾ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അവിടെ ചുമരിലൊരു സിനിമാ പോസ്റ്ററുണ്ട്. ആ സിനിമാ പോസ്റ്ററിൽ നല്ല സുന്ദരിയായൊരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്. സാധാരണ മനുഷ്യനാണെങ്കിൽ അതിലേക്ക് നോക്കും. എന്നാൽ ഉപ്പ കൂടെയുള്ളത് കൊണ്ട്, ഉപ്പയെ വലിയ പേടിയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ആ പോസ്റ്ററിലോട്ട് നോക്കില്ല. നോക്കും, ഉപ്പ കാണാത്ത രീതിയിലൊക്കെ ചില കള്ളന്മാർ നോക്കും. എന്നാലും കഴിയുന്നതും ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കാതെ നടക്കും. അത് എന്തുകൊണ്ടാണ്? ഉപ്പയെ നമുക്ക് ബഹുമാനവും വിശ്വാസവും പേടിയും ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യ കൂടെയുള്ളപ്പോഴും അതുപോലെയുള്ള പോസ്റ്ററിലേക്ക് നോക്കില്ല. ഒരിക്കലും നോക്കാൻ സാധിക്കില്ല. കാരണം ആ സമയത്ത് അവരുടെ മനസ്സിൽ ഒരു ഭയമായിരിക്കും, ഭാര്യ കാണുമോ എന്നൊക്കെ. പിന്നെ ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് കുഴപ്പമുണ്ടാകില്ല. അവർ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കാണുകയും പല ഹറാമ് വീഡിയോകൾ കാണുകയും മറ്റു പല ഹറാമുകൾ ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുഴപ്പമുണ്ടാകില്ല. അവർ പരസ്പരം ഒന്നിച്ചു നോക്കും. അത്തരത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു സ്വാലിഹായ ഒരു ഭാര്യ കൂടെയുണ്ടെങ്കിൽ, ഭർത്താവ് മറ്റന്യ സ്ത്രീകളെ നോക്കുന്നത് ഇഷ്ടമില്ലാത്ത ഭാര്യ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും ആ ഭർത്താവ് ഇത്തരത്തിലുള്ള പോസ്റ്ററിലേക്ക് നോക്കില്ല. അതേസമയം നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ ഉപ്പയാണെങ്കിലും എത്ര സ്ട്രോങ് ഉള്ള ആളാണെങ്കിലും അവരെ നമുക്ക് വലിയ പേടിയാണെങ്കിലും അവർ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയം എന്തു ചെയ്യും? നമ്മൾ ഇത്തരത്തിലുള്ള പോസ്റ്ററിലേക്ക് നോക്കും, ഹറാമിലേക്ക് നോക്കിപ്പോകും. കാരണം എന്താണ്? നമ്മൾ പേടിക്കുന്ന ആൾ നമ്മുടെ കൂടെയില്ല, അവർ അറിയുന്നില്ല, കാണുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ നോക്കുന്നതും ഹറാമിലേക്കും തെറ്റിലേക്കൊക്കെ നമ്മൾ പോകാൻ കാരണമാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പേടിക്കുന്ന ഉപ്പയെപ്പോലെയോ ഭാര്യയെപ്പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെപ്പോലെയോ അല്ല. ഈ ലോകത്തുള്ള ആരും അറിയാത്ത ഏതെങ്കിലും കോണിൻ്റെ മറവിൽ പോയി നമ്മൾ തെറ്റ് ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു തആല കാണുന്നതാണ്, അറിയുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൽ വിശ്വാസവും പേടിയും ഉള്ള ഒരു മനുഷ്യനെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ സാധിക്കില്ല.
വലിയ പേടിയായിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പേടിക്കുന്ന ആളുകളെപ്പോലെയല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല കാണും, അറിയും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള, അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് അവർ ഇത്തരത്തിലുള്ള തെറ്റിലേക്ക് പോകില്ല. ഞാനിത് ഈ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മൾ എല്ലാ തെറ്റിൽ നിന്നും രക്ഷപ്പെടാനും എല്ലാ തെറ്റിലേക്കും പോകാതിരിക്കാനും നമുക്ക് ആദ്യം വേണ്ടത് അള്ളാഹുവിൽ നമുക്ക് ഉറച്ച വിശ്വാസമാണ്. അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും അള്ളാഹുവിൽ വിശ്വാസം കുറഞ്ഞത് കൊണ്ടുമാണ് ശൈത്താന് പെട്ടെന്ന് നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹറാമിലേക്ക്, തെറ്റിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമാണ്. ഒരുപാട് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, സങ്കടത്തോടു കൂടിയാണ് അവർ പറയുക. അപ്പോൾ നമുക്കും വിഷമം തോന്നും. അവർ പറയുന്നത് ഇതാണ്: ഉസ്താദേ, മക്കൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. അവർ നല്ല മക്കളാകാൻ, അനുസരണയുള്ള മക്കളാകാൻ, ദീനീബോധമുള്ള മക്കളാകാൻ ഉസ്താദ് ദുആ ചെയ്യണം. വലിയ വിഷമത്തിലാണ്. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യൗവനം വഴിതെറ്റിപ്പോകുന്ന ഒരു സമയമാണ്. എല്ലാ കുരുത്തക്കേടുകളും തുടങ്ങുന്നത് മക്കൾ ആ സമയത്താണ്. ഒരു 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു കഴിഞ്ഞ ആഴ്ച. ആ ചെറുപ്പക്കാരൻ വലിയ വിഷമത്തോടു കൂടി എന്നോട് പറയുകയാണ്, ഉസ്താദേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, വലിയ വിഷമത്തിലാണ്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എൻ്റെ അത്ര തെറ്റ് ചെയ്തു പോയവൻ ഈ ലോകത്ത് ആരും ഉണ്ടാകില്ല എന്ന്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, ഉസ്താദേ, എൻ്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമോ എന്ന്. ആ സമയത്ത് ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്? 100 ആളെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 100 ആളെ കൊന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. നീ തൗബ ചെയ്യുമോനെ, വിഷമിക്കേണ്ട. എല്ലാ കാര്യത്തിനും പരിഹാരം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാര മാർഗമില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. നീ ചെയ്തു പോയ തെറ്റുകളെല്ലാം എന്നോട് പറയാതെ അതെല്ലാം പുറത്തു തരുന്നവൻ പടച്ച റബ്ബാണ്. നീ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് മടങ്ങൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അവനോട്. ആ സമയത്ത് അവൻ പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാനൊന്നും എനിക്കൊരു സമാധാനമില്ല, ഒരു താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഖേദിക്കുകയാണ്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ചു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അത് പുറത്തു തരുമോ എന്ന് ആലോചിച്ചു കൊണ്ട് ഞാൻ വിഷമിക്കുകയാണ്, ഒരു സമാധാനമില്ല എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ അവനോട് പറഞ്ഞു, നീ ചെയ്തു പോയ തെറ്റിൽ നിനക്ക് കുറ്റബോധമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നീ ചെയ്തു പോയ തെറ്റുകൾ നിനക്ക് പുറത്തു തരാൻ അത് കാരണമാകും. മാത്രമല്ല, ഇനി മുതൽ നീ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യില്ല എന്ന് നീ ഉറപ്പിക്കുകയും വേണം. എന്നിട്ട് അള്ളാഹുവിനോട് നീ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് മടങ്ങൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാഹ് നിൻ്റെ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും ആ ചെറുപ്പക്കാരനുമൊക്കെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരട്ടെ. എല്ലാ തെറ്റിൽ നിന്നും നാം എല്ലാവരെയും അല്ലാഹു കാവൽ നൽകട്ടെ. ആമീൻ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു പ്രായമായ 90 വയസ്സുള്ള ഒരു മനുഷ്യൻ വന്ന് മുത്തുനബിയോട് വളരെ വലിയ വിഷമത്തോടു കൂടി പറഞ്ഞു, മുത്തുനബിയെ, ഈ ലോകത്ത് ഞാൻ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കത് പുറത്തു തരുമോ എന്ന് മുത്തുനബിയോട് ചോദിച്ചു.
ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 90 പ്രായമുള്ള മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾ ഇന്നു മുതൽ ഇനി അങ്ങോട്ട് നന്നാകൂ, എല്ലാ തെറ്റുകളും ഉപേക്ഷിക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. ആ സമയത്ത് ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മകളും എല്ലാ കുരുത്തക്കേടുകളും അള്ളാഹു പുറത്തു തരുമോ, ഉറപ്പല്ലേ എന്ന് ചോദിച്ചു. മുത്തുനബി പറഞ്ഞു, അതെ, പുറത്തു തരും. ആ സമയത്ത് ആ 90 പ്രായമുള്ള മനുഷ്യൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇത് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ചെയ്തു പോയവർ ആരും വിഷമിക്കേണ്ട, എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. എന്നാൽ തൗബ ചെയ്തതിൻ്റെ ശേഷം പിന്നീട് നമ്മുടെ കണ്ണ്, നമ്മുടെ നാക്ക്, നമ്മുടെ മൂക്ക്, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് എല്ലാം തെറ്റിലേക്ക് പോകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല തിന്മകളെ കൊണ്ട് പരീക്ഷണം ഇറക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. ആരും അറിയാതെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയ മറ്റു പല അക്കൗണ്ടിലൂടെയുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആരും അറിയാതെ കോളുകൾ ചെയ്യാം. ആരും അറിയാതെ എന്തും കാണാം, എന്തും ചെയ്യാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാമും നമ്മുടെ മക്കളുമൊക്കെ പെട്ടെന്ന് തെറ്റിൽ അകപ്പെടാൻ അത് കാരണമാകുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്തു പോയാൽ പിന്നീട് വരുന്ന ഭീകരമായ രംഗങ്ങളെക്കുറിച്ചും പടച്ച തമ്പുരാൻ്റെ അതികഠിനമായ വിചാരണയെക്കുറിച്ചും അതിലേറെ ഉപരി മരണത്തെയും അതിനുശേഷമുള്ള കവർ ജീവിതത്തെക്കുറിച്ചും പൂർണ്ണ ബോധ്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ ഒരിക്കലും തെറ്റിലേക്ക് നീങ്ങില്ല. നാം ഓരോരുത്തരും കൂടുതൽ സമയവും ദുനിയാവിലെ ഐഹിക കാര്യങ്ങളിൽ മുഴുകി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തെറ്റിലേക്ക് കടന്നു പോവുകയാണ്. സാഹചര്യങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ അതിന് മറ്റൊരു പ്രധാന കാരണമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയോ എന്ന് വിചാരണ നടത്തുന്നത് തുടർ ദിവസങ്ങളിൽ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കാൻ അത് കാരണമാകും. അതോടൊപ്പം എല്ലാ 5 വക്ത് ഫർള് നിസ്കാരവും അതിൻ്റെ ആദ്യ സമയത്തിൽ ജമാഅത്തോടുകൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, ദിക്ർ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക. ഇങ്ങനെ ജീവിതത്തിൽ കൂടുതൽ സമയവും അള്ളാഹുവിന് ധാരാളം ഇബാദത്തെടുക്കുകയും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ തന്നെ എല്ലാ തെറ്റിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് നല്ലൊരു മാർഗമാണ്. മാത്രമല്ല, ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾ എല്ലാ ദിവസവും 1 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ശൈത്താൻ നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മാത്രമല്ല, ഈ ദുആ നമ്മൾ പതിവാക്കുന്നത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു ദുആയാണ് ഇത്. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. ഈ ഒരു ദുആ നിങ്ങൾ എല്ലാ ദിവസവും അതിരാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 1 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും എല്ലാ തെറ്റിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. എല്ലാ പിശാചിൽ നിന്നും എല്ലാ ശൈത്താൻ്റെ ശല്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കാൻ ഇത് മതിയാകും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ഈ ദിക്റും നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ പ്രിയപ്പെട്ടവരെ എല്ലാ തെറ്റിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
അള്ളാഹു സുബ്ഹാനഹു തആല ഇതുപോലെയുള്ള ഒരുപാട് അറിവുകൾ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.